أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ മുഅ്മിനുകളായ മുത്തക്കികളായ ദാസന്മാരിൽ നമ്മെ ഏവരെയും നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ അതിവേഗം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു എന്നുള്ള ആശങ്കയും ഈ റമദാനിലെ ദിനരാത്രങ്ങളിൽ ഞാൻ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയുമാണ് അവരുടെ മനസ്സുകളിൽ ഉള്ളത്. നമ്മുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത്. ഈ അനുഗ്രഹം ആവശ്യത്തിലധികം ലഭിച്ച ആളുകളും എന്നാൽ ആവശ്യത്തിന് മാത്രം ദൈനംദിന ജീവിതം തള്ളി നീക്കാൻ സാധിക്കും വിധത്തിൽ മാത്രം സാമ്പത്തിക ശേഷിയുള്ള ആളുകളും എന്നാൽ അതിന് പോലും കഴിയാത്ത വിധം ഈ അനുഗ്രഹം ലഭിച്ച ആളുകളും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു നടപടിക്രമമാണ് അത് എന്ന് വിശുദ്ധ ഖുർആൻ 34-ാം അധ്യായം സൂറത്തു സബയിലെ 39-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കുൽ, പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇന്ന റബ്ബി യബ്സുത്തു റിസ്ക ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്
അള്ളാഹു അവൻ്റെ ഉപജീവനത്തെ വിശാലമാക്കി കൊടുക്കുകയും മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു, അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് അതിൽ നിയന്ത്രണങ്ങൾ വരുത്തുകയും കുടുസാക്കുകയും ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട നടപടിക്രമങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ എങ്കിലും, ധനം ഉള്ള ആളുകളാണ് എങ്കിലും അതല്ല അത് തീരെ ഇല്ലാത്ത ആളുകളാണ് എങ്കിലും, നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ടുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഇത് എൻ്റെ റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്തിന, നിങ്ങളുടെ ധനവും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ ധനം ലഭിക്കാത്തവൻ ക്ഷമ കൈക്കൊള്ളുന്നുണ്ടോ എന്നും, എന്നാൽ ധനം അധികമായി ലഭിച്ച ആളുകൾ തൻ്റെ സഹജീവികളെ പരിഗണിക്കുന്നുണ്ടോ എന്നും, അതല്ല അവന് കിട്ടിയതിൽ അവൻ അഹങ്കരിക്കുകയാണോ ചെയ്യുന്നത് എന്നുമൊക്കെ റബ്ബ് പരീക്ഷിക്കുകയാണ് നമ്മെ എന്ന ബോധം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. കാരണം വിശ്വാസികൾക്ക് പരലോകത്ത് സുഗമമായ മുന്നോട്ടുള്ള ഗമനം സാധ്യമാകുന്നതിന് തടസ്സം നിൽക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലു അൻ ഖംസിൻ, 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ട് അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടല്ലാതെ ഒരു മനുഷ്യന് പരലോകത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതിൽ ഒന്ന് അൻ മാലിഹി മിൻ ഐനക്തസബഹു, അവൻ്റെ ധനത്തെ സംബന്ധിച്ചിടത്തോളമാണ്. മിൻ ഐനക്തസബഹു, എവിടെ നിന്നാണ് എങ്ങനെയാണ് അവൻ ആ ധനം സമ്പാദിച്ചത് എന്നുള്ളതും, വഫീമ അൻഫഖഹു, എവിടെയാണ് എങ്ങനെയാണ് അത് ചിലവഴിച്ചത് എന്നും കൃത്യമായി ബോധിപ്പിക്കാതെ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ള അവൻ്റെ കൽപ്പനകളും അവൻ്റെ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ സമ്പൂർണമായും പാലിക്കുവാൻ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നാം അറിയേണ്ടത്, ലോകത്ത് വിവിധങ്ങളായ സാമ്പത്തിക വീക്ഷണങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പല കാലങ്ങളിലായി പല പ്രദേശങ്ങളിലായി ഈ വ്യവസ്ഥകളെല്ലാം, ഈ സാമ്പത്തിക വീക്ഷണങ്ങളെല്ലാം പരീക്ഷിക്കപ്പെടുകയും പലതും പരാജയപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുതലാളിത്ത വ്യവസ്ഥിതിയും അതേപോലെ തന്നെ സോഷ്യലിസവും, ഇത് രണ്ടിൻ്റെയും കാര്യങ്ങളെ ഉൾച്ചേരും വിധത്തിലുള്ള മിക്സഡ് എക്കണോമിയുമൊക്കെ ലോകത്ത് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ പരീക്ഷിക്കുകയും പരാജയപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തവയാണ്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ചൂഷണം എന്ന് പറയുന്നത് അകറ്റി നിർത്താനോ പരസ്പര സഹകരണം ഉറപ്പുവരുത്താനോ അർഹമായ പരിഗണന സമൂഹത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനോ ഇത്തരം മനുഷ്യനിർമ്മിതമായ സാമ്പത്തിക വ്യവസ്ഥിതികൾക്ക് സാധ്യമായില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സാമ്പത്തിക വീക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതിനെ വ്യതിരക്തമാകുന്ന മനുഷ്യനിർമ്മിതമായ ഈ സാമ്പത്തിക വീക്ഷണങ്ങളിൽ നിന്നെല്ലാം അതിനെ വ്യതിരക്തമാക്കുന്ന 2 പ്രധാന തത്വങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് കൃത്യമായി ഇസ്ലാമിൻ്റെ വീക്ഷണങ്ങളെ കൃത്യമായി നടപ്പിലാക്കിയ ഒരു സമൂഹം ദാരിദ്ര്യമുക്തമായ, പരസഹായം ആവശ്യമില്ലാത്ത വിധത്തിൽ സ്വയം പര്യാപ്തമായ ഒരു സമൂഹ സൃഷ്ടിക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് ചരിത്രം നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നതായി കാണാൻ കഴിയും. ഒരുപക്ഷെ ഈ 2 തത്വങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുവാനും അത്
നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും സാധിക്കാതെ പോയതാവാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് വലിയ സംശയങ്ങൾക്കും പരാതികൾക്കും പരിഭവങ്ങൾക്കും പരാജയങ്ങൾക്കും ഒക്കെ കാരണമാകുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടുന്നതാണ്. അതിൽ ഒന്നാമത്തത് സമ്പത്തിൻ്റെ സമ്പൂർണ്ണ അവകാശി ഉടമ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ്, ഫബ്തഗു നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം അന്വേഷിച്ചു കൊള്ളണം. ഇൻദല്ലാഹി റിസ്ഖ്, അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഉപജീവനം എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് ഉള്ളവൻ്റെ സ്വത്തിൽ ഇല്ലാത്തവനും ഒരു അവകാശമുണ്ട് എന്നുള്ളതാണ്. അഥവാ ധനമുള്ളവൻ്റെ ധനം ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ്റെ അവൻ സമ്പാദിച്ചതിൽ ഒരു വിഹിതം അത് ഇല്ലാത്ത ആളുകളുടെ അവകാശമാണ് എന്നതാണ്. അവിടെയാണ് ഇസ്ലാമിൻ്റെ സക്കാത്ത് എന്ന് പറയുന്ന സമ്പ്രദായം അല്ലെങ്കിൽ സക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധ ബാധ്യത പ്രസക്തമാകുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, അവരുടെ ധനത്തിൽ നിന്നും അവരുടെ നിർബന്ധ ദാനത്തെ പിടിച്ചെടുക്കണം. തുതഹിറുഹും വ തുസക്കീഹിം ബിഹ, അങ്ങനെ പിടിച്ചെടുക്കുന്നതിലൂടെ ആ മനുഷ്യന്മാരിൽ അവരുടെ മനസ്സുകളെ തസ്കിയത്തുണ്ടാക്കാൻ, സംസ്കരണമുണ്ടാക്കാൻ വേണ്ടിയാണത്. അതിനെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയും അസൂയയും പകയും വിദ്വേഷവും അതുപോലെ തന്നെ ആളുകൾക്ക് ധനം കൊടുക്കാനുള്ള മടിയും ബുഖ്ലും പിശുക്കും അങ്ങനെ തുടങ്ങി മനുഷ്യ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മേഖലയിലുള്ള എല്ലാ ദുർചിന്തകളിൽ നിന്നും മനുഷ്യ മനസ്സുകളെ സംശുദ്ധമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് പറയുമ്പോൾ ആയത്ത് ഓതി കേട്ടപ്പോൾ തന്നെ പലരും ആലോചിച്ചിട്ടുണ്ടാകും ഇന്നത്തെ ഖുതുബ എനിക്കുള്ളതല്ല എന്ന്. പലപ്പോഴും അങ്ങനെയാണ്. സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ കോറിയിടുന്ന ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് ഇന്നത്തത് എനിക്കുള്ളതല്ല, ഇത് വേറെ ആരെയോ കുറിച്ചുള്ളതാണ്, യൂസുഫ് അലിയെക്കുറിച്ചോ അംബാനിയെക്കുറിച്ചൊക്കെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ധാരണയോടുകൂടിയാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ഒരു മാറ്റവും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന ആമുഖത്തോടു കൂടി തന്നെയാണ് വിഷയം സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പൈസ, ധനം, സമ്പത്ത് അത് നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് നീ ചിലവഴിക്കണം, നിർബന്ധിതമായും അത് എടുത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനോട് ഒരു അനിഷ്ടം നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചതാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 268-ാമത്തെ വചനം, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, പിശാച് ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ചില ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കുമത്രേ, യഇദുകുമുൽ ഫഖർ, നിങ്ങളോട് പിശാച് വാഗ്ദത്തം ചെയ്യുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. ഇത് കൊടുത്താൽ നീ ദരിദ്രനായി പോകും എന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ നീ സക്കാത്ത് കൊടുക്കാനൊന്നും ആയിട്ടില്ല, നിന്റെ ജീവിത വ്യവസ്ഥ എങ്ങനെയാണ്, വീട്ടിലാരൊക്കെയാണുള്ളത്, കുട്ടികളുടെ പഠനം എവിടെയുമായിട്ടില്ല, ഇങ്ങനെ നിന്റെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് നിന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ വിശുദ്ധ ഖുർആൻ നിർണയിച്ചത് അശൈത്വാൻ എന്നാണ്. അത് മനുഷ്യന്മാരിൽപ്പെട്ട ശൈത്വാന്മാരാണ് ഇതിൽ ഭൂരിഭാഗവും ഇടപെടലുകൾ നടത്തുന്നത് എന്ന കൃത്യമായ തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് വിഷയം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ സൂചിപ്പിക്കാം. നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് പുറത്ത് നിൽക്കുന്ന ഒരാൾ നമ്മുടെ തോളിൽ തട്ടി രഹസ്യമായി വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു 10,000 രൂപ എൻ്റെയോ നിങ്ങളുടെയോ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ആ പൈസയും വാങ്ങി പോക്കറ്റിലിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴേക്ക് അയാൾ പറയണ, ഞാനീ 10,000 തന്നില്ലേ, നീ പുറത്തിറങ്ങുമ്പോൾ ആ വാതിൽക്കൽ ഒരാൾ നിൽക്കുന്നുണ്ടാകും, അയാൾക്ക് ഇതിൽ നിന്ന് ഒരു 250 രൂപ നീ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടാവുമോ? ഇങ്ങനൊരു പൈസ കിട്ടിയിട്ട്
അതിന്നൊരു 250 രൂപ കൊടുക്കാൻ ആർക്കെങ്കിലും വിഷമുണ്ടാവും? ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. 250 അല്ല, 500 1000 കൊടുക്കാൻ നമ്മൾ ഒരുപക്ഷെ റെഡി ആയിരിക്കും. അവിടെയാണ് നമ്മൾ സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുള്ളത്. ഇത് അള്ളാഹുവിൻ്റെതാണ് എന്നും അള്ളാഹു എനിക്ക് തന്ന ഫളിലാണ് എന്നും മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമ്മൾ മറന്നുപോയി. പക്ഷേ എഴുതി വെക്കാൻ മറന്നുമില്ല. നമ്മുടെ അനുഗ്രഹങ്ങളോടെല്ലാം ഉൾച്ചേർത്ത് അതിൻ്റെ മുൻഭാഗത്ത് ആളുകൾ കാണും വിധത്തിൽ എഴുതി വെച്ചു, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇത് എൻ്റെ റബ്ബിൻ്റെ ഫളിലാണ്, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഗ്ലാസിൽ അത് ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് കടക്കുമ്പോൾ ഉമ്മറപ്പടിയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളിൽ റബ്ബി. അങ്ങനെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ എല്ലായിടത്തുമുണ്ട് ഈ ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്നുള്ളത്. പക്ഷേ ആ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്നത് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സക്കാത്തിനെ കുറിച്ച് നമ്മുടെ സമീപനങ്ങളിലുള്ള, സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചിന്തകളിലുണ്ടാകുന്ന, സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സംശയങ്ങളിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ധനം കൊണ്ട് അഹങ്കാരിയാവുകയും അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയും ചെയ്ത കാറൂനിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ വായിച്ചു പഠിച്ചിട്ട്, ധനം കൊടുക്കാൻ പിശുക്ക് കാരണം രാവിലെ എടുക്കേണ്ടുന്ന വിളവ് രാത്രിയിൽ എടുത്തേക്കാമെന്ന് തീരുമാനിച്ച് തൻ്റെ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്ക് സർവ്വവും നശിച്ച് മണ്ണടിഞ്ഞു പോയ തോട്ടക്കാരുടെ കഥ, ചരിത്രം വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ വായിച്ചു പഠിച്ചതിന് ശേഷവും സമ്പത്തിനോടുള്ള നമ്മുടെ സമീപനത്തിൽ, നിലപാടുകളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറ ആലി ഇമ്രാനിലെ 180-ാമത്തെ വചനം, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറുൻ ലഹും. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അവൻ്റെ ഫളില്, അള്ളാഹു അവൻ്റെ ഔദാര്യം നൽകിയതിന് ശേഷം അതവൻ്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമാറ്, അവന് കൈകാര്യം ചെയ്യാൻ കഴിയുമാറ് അതിൻ്റെ അവകാശം അവന് റബ്ബ് നിർണയിച്ചു കൊടുക്കപ്പെട്ടതിന് ശേഷവും ആരെങ്കിലും അതിൽ പിശുക്ക് കാണിക്കുന്നുണ്ട് എങ്കിൽ, അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ്, അള്ളാഹു അവർക്ക് നൽകിയതിൽ അവർ പിശുക്ക് കാണിക്കുന്നുണ്ട് എങ്കിൽ, വലാ യഹ്സബന്ന, അവർ വിചാരിക്കേണ്ടതില്ല, ഖൈറൻ ലഹും, അതവർക്ക് നന്മയാണ് എന്ന് വിചാരിക്കേണ്ട. ഒരു താക്കീത് എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കാണ്, നിങ്ങൾക്ക് റബ്ബ് തന്ന ഔദാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നത് നല്ലതിനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബൽഹു വശറുൽ ലക്കും, ബൽഹു വശറുൽ ലഹും, അതവർക്ക് തിന്മയാണ്, അതവർക്ക് മോശമായി ഭവിക്കാനാണ് സാധ്യമാവുക എന്ന് വിശുദ്ധ ഖുർആൻ. തുടർന്ന് പറഞ്ഞത്, സയുതവഖൂന മാ ബഖലു ബിഹി യൗമൽ ഖിയാമ, അവർ പിശുക്കിയതിൻ്റെ, അവർ ആളുകൾക്ക് അർഹമായത് എടുത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചതിന് നാളെ പടച്ച റബ്ബ് അവൻ്റെ കഴുത്തിൽ പരലോകത്ത് ഒരു ഖണ്ഡാഭരണമായി അവൻ്റെ കഴുത്തിൽ അണിയിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഏറെ ജാഗ്രതയോടുകൂടി വേണം സമ്പത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ വിനിമയത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസികൾ ഇടപെടാൻ എന്നുള്ളതാണ്. പരലോകത്തേക്ക് റബ്ബ് കരുതി വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 34-35 വചനങ്ങൾ, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയുമെല്ലാം നിധികളായി ഇങ്ങനെ കൂമ്പാരങ്ങളായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചിലവഴിക്കേണ്ട വിധം ചിലവഴിക്കാതെ ഈ സമ്പത്തിനെ എല്ലാം കെൻസായി, നിധിയായി കരുതി വച്ചിരിക്കുന്ന ആളുകൾ, ഫബശ്ശിർഹും ബി അദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചേക്ക് പ്രവാചകരെ എന്ന്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ, അവർ കരുതി വെച്ച ഈ ധനങ്ങളെയെല്ലാം കൊണ്ട്
ഈ കെൻസുകളെ, ഈ നിധികളെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളെ നരകത്തിൽ അവൻ്റെ പാർശ്വങ്ങളിലും അവൻ്റെ നെറ്റികളിലും അവൻ്റെ മുതുകുകളിലും റബ്ബ് ഇസ്തിരി വെക്കും എന്നുള്ളതാണ്. ഇതിനെയെല്ലാം പഴുപ്പിച്ച് അതെല്ലാം നിങ്ങളുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലുമെല്ലാം ചൂടുവെക്കപ്പെടുന്ന ഒരു അവസ്ഥ, അതിനാൽ പഴുപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ നാളെ നമുക്ക് വരാനിരിക്കുന്നുണ്ട് എന്ന താക്കീത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതായി കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അതാഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സക്കാത്തഹു, ഒരുത്തന് അള്ളാഹു ധനം നൽകുകയും എന്നിട്ട് അതിൻ്റെ സക്കാത്ത്, നിർബന്ധമായ അവൻ്റെ ബാധ്യത അതിൽ നിന്ന് കൊടുത്തു വീടുകയും ചെയ്തിട്ടില്ല എങ്കിൽ മുസ്സില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖ്റ, ആ ധനത്തിനെ നാളെ പരലോകത്ത് ഒരു പാമ്പിനെ കണക്കെ, ഒരു വിഷസർപ്പം കണക്കെ, ലഹു സബീബത്താൻ, 2 തലകളുള്ള ഒരു പാമ്പിനെ കണക്കെ പാമ്പായി അവൻ്റെ കഴുത്തിൽ ചുറ്റപ്പെടുകയും അത് അവൻ്റെ മുഖത്തും ചുണ്ടുകളിലും കൊത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ശിക്ഷയെ ഭയന്നിട്ടോ, നാളെ പടച്ച റബ്ബ് ഈ കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഞാൻ അതിനാൽ ശിക്ഷിക്കപ്പെടുമെന്നും ഉള്ള ഭയം കൊണ്ടോ, അതുമല്ല എങ്കിൽ ഞാനിത് കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന നന്മയെക്കുറിച്ചുള്ള പ്രതീക്ഷ കൊണ്ടോ നമ്മളിത് കൊടുക്കാനുള്ള ശ്രമവും ആഗ്രഹവും നമ്മളിൽ നിന്ന് ഉണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പരലോകത്ത് നമ്മുടെ സക്കാത്ത്, നമ്മുടെ സ്വതക്കകളെല്ലാം ഒരു കരുതൽ ധനമായി നമുക്ക് ശേഖരിച്ച് ലഭ്യമാക്കും എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബി ത്വയ്യിബ്, നല്ല മാർഗത്തിൽ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിലും വഇന്നല്ലാഹ യതഖബ്ബലഹ ബിയമീനി, റബ്ബ് സുബ്ഹാനഹു വ തആല അത് വലം കൈകൊണ്ട് സ്വീകരിക്കുകയും സുമ്മ യുറബ്ബിഹാ ലിസ്വാഹിബിഹി, എന്നിട്ട് അതിൻ്റെ ആൾക്ക് വേണ്ടി, അതിൻ്റെ ഉടമയ്ക്ക് വേണ്ടി, അത് ദാനം ചെയ്തവന് വേണ്ടി റബ്ബ് അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും എന്ന. കമാ യുറബ്ബി അഹദുക്കും ഫുലുവ, ഒരു മനുഷ്യൻ അവൻ്റെ കുതിരക്കുട്ടിയെ എങ്ങനെയാണോ വളർത്തിക്കൊണ്ടുവരുന്നത് അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദാനത്തെ വലം കൈകൊണ്ട് സ്വീകരിച്ച് വളർത്തിക്കൊണ്ടുവരും. ഹത്താ യകൂന മിസ്ല ജബലിൻ, ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ഭാഗം ഒരു മലയോളമാകുന്നതുവരെ അത്രയും വലിയ പ്രതിഫലമായി, കരുതൽ ധനമായി നാളെ പരലോകത്ത് അവനത് തിരിച്ചു ലഭിക്കും എന്നുള്ളതാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് സത്യവിശ്വാസികൾ സക്കാത്ത് കൊടുക്കാൻ തയ്യാറാവണം. ഒന്നുകിൽ പരലോകത്ത് പടച്ച റബ്ബ് ശിക്ഷിക്കും എന്ന ഭയം കൊണ്ട് കൊടുക്കണം, അതുമല്ല എങ്കിൽ നമുക്ക് നാളെ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ കൊണ്ട് കൊടുക്കണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് കഴിയുമെങ്കിലാണ് ബാക്കി കേൾക്കേണ്ടത്. നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്കും സക്കാത്ത് കൊടുക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, ആ ഒരു നിയ്യത്തോടു കൂടി വേണം എങ്ങനെയാണ്, എന്തിനൊക്കെയാണ്, എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ. അതല്ലാതെ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന ആലോചനയോടുകൂടിയാണ് എങ്കിൽ ഇനി പറയാൻ പോകുന്നതും ഒരുപക്ഷെ നമുക്ക് ഉപകാരപ്പെട്ടുകൊള്ളണം എന്നില്ല. സക്കാത്ത് യഥാക്രമം 2.5, 5, 10, 20 എന്നിങ്ങനെയാണ് അതിൻ്റെ ശതമാനം സക്കാത്ത് കൊടുക്കേണ്ടുന്നത്. അതിൽ 5ഉം 10ഉം നമ്മുടെ ചർച്ചയിൽ വരേണ്ടുന്ന കാര്യമല്ല. കാരണം വ്യാപകമായി ഈ വലിയ അളവിൽ കൃഷി ചെയ്യുന്ന ആരും തന്നെ എന്നെ ശ്രവിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട, കൃഷിക്കാണ് നനച്ചുണ്ടാക്കിയതിന് 5%, എന്നാൽ അല്ലാതെ വലിയ പരിശ്രമമൊന്നും ചെയ്യാതെ സ്വയമേ ഉണ്ടായവയാണ് എങ്കിൽ അതിൽ നിന്ന് 10% സക്കാത്ത് നൽകേണ്ടുന്നത്. നമുക്ക് മിക്കവാറും നൽകേണ്ടി വരുന്നത്
നാണയത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. നമ്മളിൽ അധികവും ശമ്പളക്കാരും ദിവസക്കൂലി ലഭിക്കുന്നവരും കച്ചവടക്കാരുമൊക്കെയാണ്. അതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട് സക്കാത്തിൽ വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലൈസ ഫീമാ ദൂന ഖംസതി അവാഖിൻ സദഖ, 5 ഊക്കിയയിൽ താഴെയുള്ള സ്വത്തിന് സക്കാത്ത് ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 ഊക്കിയ എന്ന് പറഞ്ഞാൽ 20 ദിർഹമാണ്. 200 ദിർഹമാണ്. 200 ദിർഹം എന്ന് പറയുന്നത് 590 ഗ്രാം വെള്ളിയാണ്. നമ്മുടെ നാട്ടിലെ 590 ഗ്രാം വെള്ളിക്ക് എത്രയാണോ വില വരിക അതാണ് നാണയത്തിൻ്റെ കണക്കായി പഠിപ്പിക്കപ്പെടുന്നത്. ഇന്നത്തെ വെള്ളിയുടെ വില എന്ന് പറയുന്നത് 114 രൂപ 20 പൈസയാണ്. അങ്ങനെ വരുമ്പോൾ 590 ഗ്രാം വെള്ളിക്ക് ഏകദേശം 67,378 രൂപ വരും. ഇതാണ് നാണയത്തിന്, ധനത്തിന്, സമ്പത്തിന് സക്കാത്തിൻ്റെ നിസാബായി കണക്കാക്കപ്പെടുന്നത്. ഇതിൽ കച്ചവടക്കാരെങ്ങനെയാണ് അവരുടെ സക്കാത്ത് കണക്കാക്കേണ്ടുന്നത്? കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം ആരംഭിക്കുകയും എന്നിട്ട് 1 വർഷം തികയുകയും ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഗോഡൗണിൽ അല്ലെങ്കിൽ അവൻ കച്ചവടം ചെയ്യുന്ന അവൻ്റെ സ്ഥാപനത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ബാക്കി ഇനി എത്രയുണ്ട് എന്നതിൻ്റെ സ്റ്റോക്കിൻ്റെ കണക്കെടുക്കുകയും അതോടൊപ്പം തന്നെ വിറ്റതിൽ നിന്ന് കയ്യിൽ നീക്കിയിരിപ്പ് ബാക്കിയുള്ളതും കിട്ടാനുള്ള കടവും, അതിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത കടമാണ് എങ്കിൽ അതൊഴിവാക്കിയിട്ട് വേണം കണക്ക് കൂട്ടാൻ. അങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോൾ 590 ഗ്രാം വെള്ളിക്ക് സമാനമായ ധനം കയ്യിലുണ്ട് എങ്കിൽ, അഥവാ 67,378 രൂപ വാർഷിക കണക്കെടുക്കുന്ന സമയത്ത് കയ്യിലുണ്ട് എങ്കിൽ സക്കാത്ത് കൊടുത്തോളണം. അതിൽ കൂടുതലുണ്ട് എങ്കിൽ എത്രയാണോ ഉള്ളത് അതിന് കൃത്യമായി അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 2.5% എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയാണെന്ന് വിചാരിക്കരുത്. 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2,500 റുപ്യ കൊടുക്കേണ്ടതുള്ളൂ. അത്രയുമാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നൽകേണ്ടുന്നത്. ഇനിയുള്ളത് ശമ്പളക്കാരും അതുപോലെ തന്നെ ദിവസവേതനം ലഭിക്കുന്ന ആളുകളുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും സക്കാത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് 2.5%. അവരുടെ അടിസ്ഥാന ചിലവുകൾ കഴിച്ച് അവരുടെ സമ്പത്തിൽ 590 ഗ്രാം വെള്ളിക്ക് സമാനമായ അഥവാ 67,378 രൂപക്ക് തുല്യമായ ധനം അവന് നീക്കിയിരിപ്പുണ്ട് എങ്കിൽ, അതിലധികമുണ്ട് എങ്കിൽ അവൻ്റെ സ്വത്തിന് 2.5% അവൻ സക്കാത്ത് നൽകേണ്ടുന്നതുണ്ട്. ഇവിടെ മറ്റൊരു അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുള്ളത് അടിസ്ഥാന ചിലവുകൾ നീക്കിവെക്കാതെ തന്നെ ലഭിക്കുന്ന മുഴുവൻ സമ്പത്തിനും സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ അയാളെ തെറ്റു പറയാനോ ഒന്നും കഴിയില്ല. അതോടൊപ്പം തന്നെ ഒരാൾ അടിസ്ഥാന ചിലവുകൾ ബാക്കി കഴിച്ചതിന് ശേഷമാണ് 2.5% കൊടുക്കുന്നത് എങ്കിൽ അയാളെയും കുറ്റം പറയാൻ നിർവാഹമില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. ഗിന ഇല്ല എങ്കിൽ അഥവാ ഗനിയിൽ നിന്നാണ് തുഖദു മിൻ അഗ്നിയാഇഹിം വ തുറദ്ദു ഇലാ ഫുഖറാഇഹിം. വിശുദ്ധ ഖുർആനിൻ്റെ വർത്തമാനം അങ്ങനെയാണ്. ഗനിയുകളിൽ നിന്ന്, ധനികരിൽ നിന്ന് ശേഖരിക്കുകയും ദരിദ്രരായ ആളുകൾക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യേണ്ടുന്നതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. വനിയ് എന്ന് പറയുമ്പോൾ അവനൊരു സ്വയം പര്യാപ്തത ഉള്ള, അവൻ്റെ കാര്യങ്ങൾ അവന് തന്നെ മറ്റൊരാളുടെ പരസഹായമില്ലാതെ നിർവഹിക്കാൻ കഴിയുന്ന ആളാവണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരാൾ വനിയാവുള്ളൂ. അങ്ങനെയുള്ള ആളാണ് സക്കാത്ത് നൽകേണ്ടുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സംശയം വരാനുള്ളത്,
ചെലവ് കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ളതാണ്. മിക്കവാറും ആളുകൾക്ക് ചെലവ് കഴിച്ചിട്ടൊന്നും ബാക്കി ഉണ്ടാവാറില്ല. അവിടെ റബ്ബും നമ്മളും തമ്മിലാണ് ഇടപാട് എന്ന കൃത്യമായ ധാരണ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിലാണ് ഈ സംശയം ഉണ്ടാവുള്ളൂ. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുക നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന്, എന്നാൽ അമിതവ്യയം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൂട്ടിയതിന് ശേഷം വേണ്ടതും വേണ്ടാത്തതുമെല്ലാം അതിനെല്ലാം ചിലവാക്കിയതിന് ശേഷം എനിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, എനിക്ക് കണക്ക് തികഞ്ഞിട്ടില്ല, നിസാബായിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്നത് പടച്ചവനുമായിട്ടാണ്. പടച്ചവനെയാണ് എല്ലാ കാര്യത്തിലും എന്ന പോലെ തന്നെ സക്കാത്തിലും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. മറ്റൊന്ന് സ്വർണത്തിൻ്റെ സക്കാത്താണ്. നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നതും വീടുകളിൽ സംരക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതുമായ സ്വർണ്ണ ആഭരണങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന് കൃത്യമായ ഒരു നിസാബ്, സ്വർണത്തിന് ഇത്ര എന്ന് പറഞ്ഞ് കൃത്യമായ ഗണ്യതമായ രേഖകളിലൊന്നും ഒരു നിസാബ് പറഞ്ഞതായി കാണുവാൻ കഴിയില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 200 ദിർഹമിനും 20 ദീനാറിനും ഒരേ വിലയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, തുല്യമൂല്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് 20 ദീനാർ അഥവാ 85 ഗ്രാം സ്വർണം ആരുടെയെങ്കിലും പക്കലുണ്ട് എങ്കിൽ, 10.5 പവൻ ഏകദേശം ആരുടെയെങ്കിലും പക്കലുണ്ട് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം, അതിന് മുകളിലോട്ടുള്ളതിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് 10.5 പവന് ഒരാൾക്ക് 11 പവൻ ഉണ്ട് എങ്കിൽ ബാക്കിയായ അരപ്പവൻ്റെ സക്കാത്തല്ല കൊടുക്കേണ്ടത്, 11 പവൻ്റെ സക്കാത്തും കൊടുക്കണം. അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടുന്നത്. അങ്ങനെ തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നാൽ നമുക്കിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില പണ്ഡിത ചർച്ചകൾ എന്ന് പറയുന്നത്, ഒരു പെണ്ണ് 100 അല്ല 200 പവനാണെങ്കിലും ആഭരണമായി കരുതി വെച്ചതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് 2 സ്ത്രീകൾ കടന്നു വന്ന ഒരു സംഭവമുണ്ട്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, ഒരു സ്ത്രീയും അവളുടെ മകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. അവളുടെ മകളുടെ കയ്യിൽ നല്ല കനമുള്ള 2 സ്വർണ്ണ വളകൾ ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. അത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതുഅതീന സകാത്ത ഹാദ, ഈ കൈ കിടക്കുന്ന സ്വർണ്ണ ആഭരണത്തിൻ്റെ, അങ്ങനെ തന്നെ പറയണമല്ലോ, സ്വർണ്ണ ആഭരണത്തിൻ്റെ സക്കാത്ത് കൊടുത്തതാണോ എന്നതാണ് ചോദ്യം. അപ്പോൾ അവർ പറഞ്ഞില്ല, ഇല്ല പ്രവാചകരെ, അതിന് സക്കാത്ത് കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് ചോദിച്ചത്, അയസുറുക്കി അൻ യുസവ്വിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമ സിവാറൈനി മിന്നാർ, അല്ല ഇതിന് പകരമായി നാളെ പരലോകത്ത് റബ്ബ് തീ കൊണ്ടുള്ള 2 വളകൾ നിൻ്റെ മകളെ ഇങ്ങനെ ധരിപ്പിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ആഭരണമാണ് എങ്കിലും അതിന് നിസാബ് ഒത്തിട്ടുണ്ട് എങ്കിൽ കൊടുക്കണം എന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ആഭരണമായി കരുതി വെച്ചത് ഒരാവശ്യം വരുമ്പോൾ നമ്മളതെടുത്ത് ഉപയോഗിക്കുമല്ലോ. 10 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കിന് അത് സ്വർണ്ണ ആഭരണമായി സൂക്ഷിക്കണമെങ്കിൽ ഏകദേശം 7 ലക്ഷം രൂപയൊക്കെ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പവന് 70,000 രൂപയൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ 100 പവൻ ഒരു സ്ത്രീയുടെ കയ്യിലുണ്ട് എങ്കിൽ 70 ലക്ഷം രൂപയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവൾക്ക് എന്തില്ല? സക്കാത്തില്ല. നേരെ മറിച്ച് അന്നന്ന് അധ്വാനിച്ച് കിട്ടുന്നവൻ്റെ കയ്യിൽ 67,378 രൂപയിലധികം ഉണ്ട് എങ്കിൽ അവനെന്തും കൊടുക്കണം? സക്കാത്ത് കൊടുക്കുകയും വേണം. അതെങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും ആഭരണത്തിനും സക്കാത്ത് കൊടുക്കണം എന്ന് തന്നെയാണ്. മറ്റൊരു സംശയം നമുക്കുള്ളത്,
ഇതെങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ്. നമുക്ക് താല്പര്യം ആ പൈസ സക്കാത്തിൻ്റെതെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന പൈസ നമുക്കിഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിതരണം ചെയ്യാനാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ എന്നാണ്. നിങ്ങൾ അവരുടെ ധനത്തിൽ നിന്നുള്ള നിർബന്ധ ദാനത്തെ പിടിച്ചെടുക്കണം. തുഖദു മിൻ അനിയാഹിഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, അവരിലെ ധനികരിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നതും ദരിദ്രരിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ സക്കാത്തിൻ്റെ 8 അവകാശികൾ എണ്ണിയെടുത്ത് അവിടെയും കാണാം വൽ ആമിലീന അലൈഹ, സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ സക്കാത്തിൻ്റെ അവകാശികളിൽ ഒരു വിഭാഗം അവരാണ്. അപ്പോൾ സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണുവാൻ സാധിക്കും, ല ഉഖാതിലന്ന മഅ മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്ക, സക്കാത്തിനെയും സ്വലാത്തിനെയും നമസ്കാരത്തെയും സക്കാത്തിനെയും വേർതിരിച്ച് കാണുന്നവനോട് ഞാൻ യുദ്ധം ചെയ്യും എന്നുള്ളത്. നോക്കൂ, നമ്മൾ നമസ്കാരത്തിന് വേണ്ടി നമസ്കാരം ജമാഅത്തായി കൂട്ടമായി നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ വലിയ പള്ളികളും സൗകര്യങ്ങളുമൊക്കെ എല്ലാ മഹല്ലുകളിലും 10 ആൾ കൂടുന്നിടത്തെല്ലാം ഇപ്പോൾ പള്ളികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത്രയേറെ ശ്രദ്ധ അത് ജമാഅത്തായി നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ കാണിക്കാറുണ്ട്. എന്നാൽ സക്കാത്തിൻ്റെ കാര്യം വരുമ്പോഴേക്ക് അത് ജമാഅത്തായി നിർവഹിക്കുന്നതിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത അവസ്ഥയാണ് നമ്മളിൽ ഉണ്ടാവുന്നത്. എന്നാൽ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സക്കാത്ത് ശേഖരിക്കപ്പെടുകയും അത് കൃത്യമായി അതിൻ്റെ അവകാശികൾക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത് ചില ആളുകളൊക്കെ പറഞ്ഞത്, നബിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആ ധനം ഞങ്ങളിനി കൊടുക്കൂല, പ്രവാചകന് കൊടുത്തിരുന്ന ആ സക്കാത്ത് ഞങ്ങളിനി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇസ്ലാമിലെ ആദ്യ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കെതിരെ ശക്തമായ കർശനമായ നിലപാടുകളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെയാണ്, ഏത് വിധത്തിൽ, ആർക്കൊക്കെയാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ 8 വിഭാഗത്തെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് മനസ്സിലാക്കി അത് വിതരണം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെല്ലാം ഉപരിയായി സക്കാത്ത് കൊടുക്കാനുള്ള ഒരു ആഗ്രഹവും തേട്ടവും അതിനു വേണ്ടി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും ഒരു മനസ്സൊരുക്കവുമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണുവാൻ സാധിക്കും. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ കാന ഇദാ ദഖല അൽ അശ്റു അഹിയൽ ലൈൽ വഅയ്ഖള അഹ്ലഹു വശദ്ദൽ മിഅ്സർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 ആയിക്കഴിഞ്ഞാൽ അഹിയൽ ലൈൽ, പ്രവാചകൻ രാത്രിയെ സജീവമാക്കുകയും വഅയ്ഖള അഹ്ലഹു, കുടുംബക്കാരെ കൂടി ഉണർത്തുകയും വിളിച്ചുണർത്തുകയും അവരെ കൂടി സൽക്കർമ്മങ്ങളിൽ സജീവരാക്കുകയും വശദ്ദ അൽ മിഅ്സർ, മുണ്ട് മുറുക്കി ഉടുക്കുകയും ചെയ്യുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഏറെ പ്രാധാന്യമുള്ള, ഒരുപാട് ഗുണങ്ങളുള്ള, ഏറെ നന്മകൾ നേടിയെടുക്കാൻ കഴിയുന്ന ദിനരാത്രങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത് എന്ന്. അതിനെ കൃത്യമായി അതിൻ്റെ എല്ലാ അദബുകളും മര്യാദകളും അതിലെ എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് അതിനെ സജീവമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന യഅ്തഖിഫു അൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൻ്റെ അവസാനത്തെ 10 രാത്രികളിൽ 10 ദിനങ്ങളിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നാണ്. ഹത്താ തവഫാഹുല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വഫാത്താക്കുന്നതുവരെ, അഥവാ പ്രവാചകൻ വഫാത്താകുന്നതുവരെ ആ പതിവ് തുടർന്നിരുന്നു. സുമ്മ അഅ്തഖഫ അസ്വാജഹു മിൻ ബഅദി, അതിന് ശേഷവും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നും ഹദീസുകളിൽ അതിൻ്റെ തുടർച്ചയിൽ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇഅ്തികാഫിന് പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ ഇഅ്തികാഫ് എന്ന് പറയുമ്പോൾ പള്ളിയിൽ വന്ന് കൂട്ടം കൂടി ഇരിക്കുന്നതിന് ഇഅ്തികാഫ് എന്ന് പറയില്ല. അതിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ച് അള്ളാഹുവിലേക്ക് ഉള്ള സാമീപ്യം ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങളിൽ മുഴുകി പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടി സമയം മാറ്റിവെച്ച്, പ്രാർത്ഥനകൾക്കും ദിക്റുകൾക്കും വേണ്ടി സമയം മാറ്റിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് പറയാം. പള്ളിയിൽ വന്ന് ക്ഷീണമുണ്ടാകുമ്പോൾ കിടന്നുറങ്ങുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, വന്നുടനെ തന്നെ കിടന്നുറങ്ങരുത് എന്നുള്ളൂ. അതുമല്ല എങ്കിൽ കൂട്ടം കൂടിയിരുന്ന് ലോകകാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഇഅ്തികാഫ് പൂർത്തിയായി എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. പള്ളിയിൽ വന്ന് ഈ ഇഅ്തികാഫ എന്ന് പറഞ്ഞാൽ ഭജനമിരിക്കുക, ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതതിൻ്റെ എല്ലാവിധത്തിലുള്ള ആശയവും അർത്ഥവും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ചെയ്യാൻ ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. പരമാവധി ആളുകൾ കുടുംബത്തോടൊപ്പം ഇഅ്തികാഫ് ഇരിക്കാനുള്ള സന്നദ്ധത ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ റമദാനിലെ ഈ അവസാനത്തെ 10 ഏറെ പ്രധാനപ്പെട്ട, ഏറെ പുണ്യകരമായിട്ടുള്ള ആ ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അത് കൃത്യമായി ഏത് ദിവസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണുന്നില്ല. അതുകൊണ്ട് ഒറ്റയായ ഏത് രാത്രിയിലും ലൈലത്തുൽ ഖദറിനെ വിശ്വാസികൾ പ്രതീക്ഷിക്കുകയും ആ ലൈലത്തുൽ ഖദർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവുകയും ചെയ്യണം. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ്. 1000 മാസങ്ങളേക്കാൾ പ്രതിഫലമുള്ള ഒരു രാവ്, ഒരു രാത്രി നമസ്കരിച്ചാൽ 1000 മാസം നമസ്കരിച്ചതിന് തുല്യം. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷമാണ്. 83-ലധികം വർഷമാണ്, അഥവാ ഒരു പുരുഷായുസിനേക്കാൾ വലുത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മങ്ങളിൽ സജീവരാകാൻ, ഇഅ്തികാഫിലൊക്കെ സജീവമാകാനും രാത്രി നമസ്കാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും ഒക്കെ സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കറിയാം, ശക്തമായ ചൂടുണ്ട്. പലരും പറയുന്നുണ്ട് മഴയ്ക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം അത്രമേൽ കഠിനമായ ചൂടാണ് പുറത്തുള്ളത്. അതെല്ലാം സഹിച്ചുകൊണ്ടാണ് നമ്മൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ നിന്നും ഒരു ശമനം നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഴ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടുന്നത്, ഇങ്ങനെ കത്തുന്ന സൂര്യന് താഴെ വേവുന്ന മനസ്സുമായി കഴിയുന്നൊരു വിഭാഗം ആളുകളുണ്ട് ഫലസ്തീനിൽ. ഇന്നും ഇപ്പോഴും ഈ റമദാനിലും സ്വസ്ഥമായി നോമ്പ് നിൽക്കാനോ എന്തിന് ഒരു നേരം ഭക്ഷണം കഴിക്കാനോ പോലും സാധ്യമാകാത്ത ഒരു വിഭാഗം ആളുകൾ. നമ്മൾ മക്കളോടൊപ്പം സന്തോഷമായി വീട്ടിലിരുന്ന് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ബാങ്ക് കേട്ട് നോമ്പ് തുറക്കുമ്പോൾ ഒരു സമാധാനവുമില്ലാതെ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ തൻ്റെ മക്കളെക്കുറിച്ച് ആലോചിച്ച് മനം നീറുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ഫലസ്തീനിൽ. ആ വേദന ഉൾക്കൊള്ളാനും അതൊരു പ്രാർത്ഥനയായി നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരാനും സാധിക്കണം. നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത്രയും വിവരിക്കാൻ ആവാത്ത വിധം ഉള്ള പ്രയാസങ്ങളാണ് അനുഭവിച്ചു ഇരിക്കുന്നത്. ഒരുപക്ഷെ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ആകാശത്തിനും അവർക്കുമിടയിൽ ഏകമറയായുള്ള അവരുടെ ടെൻറ്റ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷണം, നാളെ രാവിലെ ആകുമ്പോഴേക്ക് അതവിടെ ഉണ്ടാകുമോ എന്ന് പോലും അറിയാതെ, അതല്ലെങ്കിൽ അത് അഗ്നിക്കിരയായിട്ടുണ്ടാകുമോ, ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന മക്കളിൽ അല്ലെങ്കിൽ വാപ്പയിൽ ഉമ്മയിൽ ആര് നാളെ അവശേഷിക്കും എന്ന് അറിയാത്ത അത്രയും മനസ്സ് നീറുന്ന, വേദനിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിലുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എപ്പോഴും ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലും അല്ലാത്തപ്പോഴും നമ്മളിൽ നിന്ന് ഉണ്ടാവണം. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്
നീ ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരെ ദുരിതക്കയങ്ങളിലേക്ക് തള്ളിയിടുന്നവരുടെ കാര്യത്തിൽ നിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ റബ്ബനെ തമ്പുരാനെ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വ അഅദാഅക വ അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന, അല്ലാഹുവേ ഞങ്ങളുടെ ശത്രുക്കളെ അവരുടെ കാര്യത്തിൽ നീ ഇടപെടൽ ഉണ്ടാക്കണേ. വ ദമ്മിർ അഅദാഅക വ അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ ശത്തിത് ശംലഹും, അവർ കൂട്ടം കൂടിയാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്, സഖ്യം ചേർന്നുകൊണ്ടാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സഖ്യത്തെ നീ പിരിക്കണമേ തമ്പുരാനെ. വഫർരിക് ജമഅഹും വമസ്സിഖ്ഹും കുല്ല മുമസ്സകിൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا.